ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനും ദൈവിക കൃപകളെ അനുഭവിക്കാനുമെല്ലാം ദൈവം നമ്മെ സഹായിച്ചതോട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം വലിയവനാണ്. ദൈവത്തിൻ്റെ പ്രവർത്തിക്കുന്ന കരം ഇന്നും നമ്മുടെ മധ്യയിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് അല്പസമയം സ്തോത്രം ചെയ്യാതെ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സംഭവബഹുലമായിരിക്കുന്നതായ നാളുകൾ നമ്മെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ദുഃഖത്തിലും വേദനയിലും പ്രയാസത്തിലും മനുഷ്യൻ തന്റെ ജീവിത നാളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നതും പത്രമാധ്യമങ്ങൾ മുഖാന്തരമായിട്ടൊക്കെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഓരോ സംഭവങ്ങളും നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതും നമ്മെ ഭീതിപ്പെടുത്തുന്നതുമായ സംഭവങ്ങളാകുന്നു. ലോകരാജ്യങ്ങളും അതിൻ്റെ അധിപന്മാരുമൊക്കെയും സ്വാർത്ഥന്മാരായിരുന്നുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും തങ്ങളുടെ അധികാരത്തിന് കീഴിലാക്കുവാൻ വേണ്ടി അവരുടെ കണ്ടുപിടുത്തങ്ങളെ വിപുലമാക്കുന്നു. ശാസ്ത്രീയമായിരിക്കുന്നതായ സാമ്പത്തികമായിരിക്കുന്നതായ അവരുടെ സ്രോതസ്സുകളെയൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മുഴുലോകവും തങ്ങളുടെ അധീനതയിൽ വരുത്തേണ്ടതിന് വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മിക ഗോളങ്ങളിലേക്ക് നാം കണ്ണോടിച്ചാൽ ആത്മീകമായിരിക്കുന്ന അനവധി തകർന്ന നിലവാരത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മതനേതാക്കന്മാരൊക്കെയും ആത്മീക അന്ധത ബാധിച്ചവരായി ഈ നാടുകളിൽ കാണപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആത്മീക ശാസ്ത്രങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കുന്നതായ യുവ തലമുറകളെയും നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവികമായ എല്ലാവற்றைയും ചോദ്യം ചെയ്തുകൊണ്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരം തങ്ങളുടെ ആഗ്രഹത്തിനൊത്തവണ്ണം ഇന്നത്തെ ലോകം തങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രികാലം സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ പാടി സ്തുതിപ്പാനും ദൈവത്തിന്റെ കൃപകൾ അനുഭവിപ്പാനും ദൈവ സാന്നിധ്യത്തെ ആത്മാവിൽ അനുഭവിപ്പാനും ദൈവത്തോട് സംസാരിപ്പാനും ഒക്കെയും ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്നു. ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതായ ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഞാൻ ആദ്യമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ ഹൃദയങ്ങളും ഓരോ ജീവിതങ്ങളും ആ ദൈവ സാന്നിധ്യത്തെ വ്യക്തമായി അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനു വേണ്ടി തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ആധാരമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ബൈബിളിനെ തുറക്കാം. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉപർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും മാറ്റം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ബൈബിളിൽ 24-ാമത്തെ പുസ്തകമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. 52 അധ്യായങ്ങളും 1364 വാക്യങ്ങളുമായി ഈ അധ്യായം ബൈബിളിൽ കാണപ്പെടുന്നു. പ്രവാചകനായ യിരെമ്യാവ്
യെരൂശലേമിൽ നിന്ന് 3 മൈൽ വടക്കുള്ളതായ അനാഥോത്തുകാരനായ ഹിൽക്കിയാവിന്റെ മകനായി ജനിപ്പാനിടയായി. താൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നതായിട്ട് യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. BC 627 യഹൂദന്മാർ ബാബേലിലേക്ക് നാടുകടത്തപ്പെടുകയും ദേശം അധപ്പതിക്കുകയും ചെയ്ത കാലത്ത് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിനായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട താൻ അയക്കുവാൻ ഇടയായി തീർന്നു. താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ടവനായി ദൈവം തന്നോട് സംസാരിക്കുമ്പോൾ നന്നേ ബാലനായിരുന്നു താൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വാക്ക് കേട്ട ആ ശുശ്രൂഷ ചെയ്യുവാൻ താൻ വിസമ്മതിക്കുന്നതായിട്ട് നമുക്കതിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ഏൽപ്പിച്ച തന്നെ അയക്കുമ്പോൾ സ്തോത്രം, ദൈവം തന്നോടുകൂടെ ഇരുന്ന് പ്രവർത്തിക്കുമെന്നും ദൈവം തന്നിൽ കൂടെ സംസാരിക്കുന്ന വചനങ്ങൾ നിവർത്തിക്കേണ്ടതിനു വേണ്ടി ദൈവം ജാഗരിച്ചു കൊള്ളുമെന്നും തന്നോട് ദൈവം സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. നാം വായിച്ചു കണ്ട തിരുവചന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ ഇത് 2 ഭാഗമായിട്ട് നമുക്കതിനെ തിരിച്ചു പഠിക്കാം. 1-ാമത്തെ ഭാഗം മനുഷ്യൻ ദൈവത്തിന്റെ മുൻപാകെ ആയിരിക്കുന്നതായ ഭയാനകമായ ഒരു അവസ്ഥയും അത് നിമിത്തമായി മനുഷ്യന് ദൈവം നൽകിക്കൊടുക്കുന്നതായ ശിക്ഷയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുന്നത് മുഖാന്തരമായി ദൈവികമായ അനുഗ്രഹങ്ങൾ അവന്റെ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നാം വായിച്ചു കേട്ട കുറിവാക്യത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കതിന്റെ പ്രാരംഭ ഭാഗം ഒന്നോട് വായിക്കാം. 5-ാം വാക്യം വായിച്ചാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം മനുഷ്യന്റെ അല്ലെങ്കിൽ യഹൂദ ജനത്തിന്റെ ഒരു അവസ്ഥയെ അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജഡത്തെ തന്റെ ഭുജമാക്കി ദൈവത്തെ വിട്ട് ഹൃദയം കൊണ്ട് അകന്നു പോകുന്നതായ ഒരു മനുഷ്യനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നാം മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിച്ചാൽ മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതിനെ ഖണ്ഡിക്കേണ്ടതിന് വേണ്ടി പലവിധത്തിലുള്ളതായ ശാസ്ത്രങ്ങളും പലവിധത്തിലുള്ളതായ ആ തത്വങ്ങളൊക്കെ പല മനുഷ്യരും ഉണ്ടാക്കിയെങ്കിലും ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തെ വന്നുവെങ്കിൽ തന്നെയും അവയെല്ലാം കാലഹരണപ്പെട്ടു പോയിരിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? മനുഷ്യൻ ദൈവത്തോടുകൂടി ആയിരിക്കേണ്ടതിന് വേണ്ടി, ദൈവികമായ അനുഭവങ്ങളാൽ നിറഞ്ഞവനായി, ദൈവ സന്തോഷത്തിൽ ദൈവ സ്നേഹത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടതിന് വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം നൽകിക്കൊടുത്തതായ ജീവിതം ദൈവത്തോടുകൂടെ അവൻ മുൻപോട്ട് നയിച്ചു വരുമ്പോൾ മനുഷ്യനെ ഉണ്ടാക്കിയവനായ ദൈവം മനുഷ്യനോടുകൂടെ വസിക്കുന്നതായ അനുഭവത്തെ കണ്ടിട്ട് ദൈവത്തിന്റെ മനുഷ്യനെ ശത്രുവായിരിക്കുന്നതായ പിശാച്, ദൈവത്തിന്റെ മനുഷ്യനെ പ്രതിയോഗിയായ പിശാച് മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. ദൈവികമായ സകലത്തിൽ നിന്നും മനുഷ്യനെ അകറ്റിക്കളഞ്ഞിട്ട് മനുഷ്യനെ ദൈവിക ബന്ധം ഇല്ലാത്തവനായി ശാപത്തിനടിമയാക്കി, രോഗത്തിനടിമയാക്കി, ഇന്ന് നാം കാണുന്നതായ ഈ അനുഭവത്തിന് അടിമയാക്കി മനുഷ്യനെ മാറ്റി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വീണുപോയതായ മനുഷ്യനെ കണ്ട് ദൈവം ദുഃഖിച്ചുകൊണ്ടേയിരുന്നു. ആ വീണുപോയ മനുഷ്യനെ തള്ളിക്കളയാതെ ആ വീണുപോയ മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നതിനെ കാത്തുകൊണ്ട് ദൈവത്തെ മനുഷ്യൻ അന്വേഷിക്കുന്നുണ്ടോ എന്ന് നോക്കി ഭൂമിയിലേക്ക് തന്റെ കണ്ണുകൾ പരതിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവം
മനുഷ്യൻ തന്റെ ഇഷ്ടം പോലെ മനുഷ്യന്റെ മനസ്സിനെ ഇംഗിതത്തിനൊത്തവണ്ണം അവൻ തന്റെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചു പോന്നിരുന്നു. അതിനിടയിൽ അബ്രഹാം എന്ന ഭക്തനെ ദൈവം കാണുവാനിടയായി തീർന്നു. ഭക്തിയോടുകൂടെ തന്റെ ജീവിതത്തെ ദൈവം താൻ അറിഞ്ഞതായ ഭക്തിക്കൊത്തവണ്ണം താൻ ജീവിക്കുന്നത് കണ്ടവനായ ദൈവം തന്നെ പേർ ചൊല്ലി വിളിപ്പാനായി തന്നെ സന്ദർശിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഭൂമിയിലുണ്ടായിരുന്ന സകല മനുഷ്യരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നുവെങ്കിൽ തന്നെയും മനുഷ്യൻ പാപം ചെയ്ത് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി ദൈവസാന്നിധ്യം വിട്ടകന്ന് സ്വന്തം ഇഷ്ടത്തിനൊത്തോളം ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിനിടയിൽ ദൈവഭക്തിയോടുകൂടെ ജീവിക്കുന്നതായ അബ്രഹാമിനെ ദൈവം കാണുവാനിടയായി തീർന്നു. ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുമ്പോൾ അവന്റെ പേർ അബ്രാം എന്നായിരുന്നു. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവത്താൽ സന്ദർശിക്കപ്പെട്ടതായ അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് താൻ ആയിരുന്നതായ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ദൈവം പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് സ്തോത്രം ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എവിടേക്കെന്ന് അറിയാതെ സ്തോത്രം എങ്ങനെയെന്ന് അറിയാതെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ നിന്റെ ചാർച്ചക്കാരെയും പ്രതിഭവനത്തെ വിട്ട് പുറപ്പെടുവാൻ ദൈവം അരുളി ചെയ്തപ്പോൾ ദൈവത്തിന്റെ വാക്ക് കേട്ട് അവൻ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് പുറപ്പെടുവാനിടയായി തീർന്നു. തന്നിമിത്തം ദൈവം തന്നെ സ്നേഹിച്ചു. ദൈവം തന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. ദൈവം തനിക്ക് അനേക വാഗ്ദത്തങ്ങൾ കൊടുത്തു. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, ഞാൻ നിന്റെ തലമുറയെ അനുഗ്രഹിക്കും, നീ ദേശത്തിനൊരു അനുഗ്രഹമായിരിക്കും, ഈ ദേശം മുഴുവൻ ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതി എണ്ണമില്ലാത്ത നക്ഷത്രങ്ങളെ പോലെയും ആ കടൽക്കരയിലെ മണൽ തരി പോലെയും ആകുമെന്നെല്ലാം ദൈവം തനിക്ക് വാഗ്ദത്തം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വാഗ്ദത്തം പ്രാപിച്ച മനുഷ്യൻ ദൈവത്താൽ മുമ്പോട്ട് നയിക്കപ്പെട്ടു. തന്നിമിത്തമായിട്ട് ദൈവം തന്നെ അനുഗ്രഹിച്ചു, തലമുറകളെ നൽകി കൊടുത്തു. അവർ ദൈവത്തെ പിൻപറ്റുന്നവരായി തീർന്നു. ദൈവിക വാഗ്ദത്തങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി തീർന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നും എന്റെ ശബ്ദം പ്രതികൂടെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാര്യമിത്രമേ, ദൈവത്തിന്റെ സ്നേഹം അത് കുറഞ്ഞു പോയിട്ടില്ല. ഇന്നും ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നവരെ പ്രായഭേദമില്ലാതെ വ്യക്തി വ്യത്യാസമില്ലാതെ സ്തോത്ര വർണ്ണ വർഗ വിവേചനമില്ലാതെ പണ്ഡിതനെന്നോ പാപനെന്നോ നോക്കാതെ ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുകയാണ്. ദൈവത്തോട് അടുത്തു വരുന്നവരെ ദൈവം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ കരങ്ങളെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഈ സന്തതി പരമ്പര ദൈവത്തോടുകൂടി ആയിരിക്കേണ്ടതിന് പകരം ദൈവ സ്നേഹത്തിൽ ആയിരിക്കേണ്ടതിന് പകരം നാം വായിച്ചു കേട്ട കുറിവാക്യത്തിൽ അവർ ദൈവത്തെ സ്നേഹിക്കാത്തവരായി, ദൈവത്തോടുകൂടെ ഇരിക്കുവാൻ കഴിയാത്തവരായി, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവർ മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ട് ജഡത്തെ തന്റെ ഭുജമാക്കി അവർ ജീവിക്കുന്നതായ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം അതായിരുന്നില്ല അവരിൽ നിന്ന് ആഗ്രഹിച്ചത്. ആവർത്തന പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ദൈവം ആ ജനത്തോട് അരുളി ചെയ്തിരുന്ന ഒരു സത്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. വായിച്ചാട്ടെ. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവന്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അബ്രഹാമിന്റെ സന്തതി പരമ്പരയോട് ദൈവം പറഞ്ഞതാകുന്നു, നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തിലുള്ള മുഴുവനും ജനവും ദൈവത്തിന്റെ സൃഷ്ടിയാണ് എങ്കിൽ തന്നെയും ദൈവത്തെ സ്നേഹിക്കേണ്ടതിന് വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക ഗണമായിട്ട് അബ്രഹാമിന്റെ സന്തതി മാറുവാനിടയായി തീർന്നു. അതിനർത്ഥം ദൈവത്തിന് വ്യത്യാസമുണ്ട് എന്നാണോ? ഇല്ല. ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു. ഈ ചെങ്ങമനാട് നിവാസികളെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിന് ഒരു വ്യത്യാസവുമില്ല. ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തിരുന്ന സകല മനുഷ്യരെ അവൻ സ്നേഹിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. അബ്രഹാമിന്റെ സന്തതിയോട് വിശേഷാൽ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളുടെ സ്നേഹം എന്നോടായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം.
ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് ദൈവത്തിന് സ്തോത്രം അത് ദിനംതോറും പ്രമാണിച്ച് നടക്കണമെന്ന് ദൈവം അവരോട് കൽപ്പിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യൻ ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന കൽപ്പനകളും ദൈവം വെച്ചിരിക്കുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും അവൻ അനുസരിക്കുന്നവനായി തീരണം. പ്രിയരെ, നമ്മുടെ ജീവിതം നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവിക പ്രമാണങ്ങൾ കൊണ്ടവണ്ണം നമ്മളെ ക്രമീകരിച്ചുകൊണ്ട് നാം ദൈവത്തോട് അടുത്തിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിപ്പാൻ കഴിയും, ദൈവത്തിന്റെ കരുതലിനെ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഇവർ ദൈവത്തെ സ്നേഹിക്കേണ്ടതിന് പകരം മനുഷ്യനിൽ ആശ്രയിക്കുന്നവരായി തീർന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നവരായി തീർന്നുകൊണ്ട് ദൈവത്തെ വിട്ടവർ അകന്നു പോകുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവം പറയുമ്പോൾ, ദൈവം അവർക്ക് പ്രമാണം കൊടുക്കുമ്പോൾ, ദൈവം അവർക്ക് കൽപ്പന കൊടുക്കുമ്പോൾ ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയാത്തവരായി, ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ ദിനംതോറും നടപ്പാൻ കഴിയാത്തവരായി അവർ ദൈവത്തെ വിട്ട് അകന്നുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അത് ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നവന്നല്ല. ദൈവിക പ്രമാണത്തെ വിട്ട് ദൈവത്തെ സ്നേഹിക്കാത്തവരായി, ദൈവത്തെ വിട്ട് അകലുന്നതായ തലമുറയായി നാം മാറുവാൻ ഇടയായി തീരരുത്. ഇത് നമുക്ക് ലോകത്തിൽ നോക്കിയാൽ കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതിന് വേണ്ടി, തന്റെ ജീവിതത്തെ മുൻപോട്ട് താൻ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷത്തോടെ നയിക്കേണ്ടതിന് വേണ്ടിയൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ കർത്താവ് യേശു നമ്മെ മുഴുവനും സ്നേഹിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനാണ്. കേവലം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല, പകരം മനഃപൂർവ്വമായി ദൈവത്തെ സ്നേഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തെ മുഴുവനായിട്ടും ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവിക ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും ആ മുഴു ദിവസവും എല്ലാ ദിനവും എല്ലാ നാളും അനുസരിപ്പാനുള്ള മനസ്സോടുകൂടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നുവെങ്കിൽ അവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ. ഇവിടെ ഇവർ ദൈവത്തെ വിട്ടുമാറുവാൻ ഇടയായി തീർന്നു. ദൈവത്തെ സ്നേഹിക്കാതെ മാനുഷിക സ്നേഹത്തിനുടമകളായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കാത്തവരായി തീരുന്നു. അടുത്ത ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആവർത്തന പുസ്തകം 13-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം അവരോട് പറയുന്നു. വായിച്ചാട്ടെ 13-ന്റെ 5-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്കു കേൾക്കുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യനെ ആഗ്രഹിക്കുക. മനുഷ്യൻ ദൈവത്തെ സേവിച്ച് ദൈവിക കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തെ സേവിച്ച് അവൻ ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, നാം നമ്മുടെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥയിലാണോ ഈ രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്? ദൈവത്തോട് ചേർന്ന് പ്രമാണം വിട്ട് ദൈവികമായ അനുഭവത്തെ വിട്ട് നാം മാറിപ്പോകുന്നുവെങ്കിൽ കടുത്ത ശിക്ഷാവിധിക്ക് നാം പാത്രരായി തീരുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മളെ തൊടുവാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിയമമില്ല എങ്കിൽ, നിയമരാഹിത്യം നാം വരുത്തുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രികാലം അങ്ങനെ ആരെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നുണ്ടെങ്കിൽ തീരുമാനമെടുത്ത് മടങ്ങി വന്നാട്ട് ഇനിയും എന്റെ ജീവിതത്തിൽ യാതൊരു വിധമായ നിയമരാഹിത്യവും ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയില്ല. എന്റെ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച്, എന്റെ ദൈവത്തിന്റെ വചനത്തെ പ്രമാണിച്ച്, എന്റെ ദൈവത്തെ സേവിച്ച് എന്റെ ദൈവത്തോട് ഞാൻ ചേർന്നിരുന്നു കൊള്ളുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ ദൈവത്തെ വിട്ട് അകന്നു പോയതായ മനുഷ്യരെ എങ്ങനെയാണ് ദൈവത്തോട് അടുപ്പിക്കുവാൻ കഴിയുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. ദൈവം മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി നൽകി കൊടുത്തതായ പ്രമാണത്തെ അവർ തള്ളിക്കളഞ്ഞു. ദൈവം മനുഷ്യന് കൊടുത്തതായ പ്രമാണവും ആരാധനയും ആലയവും പൗരോഹിത്യവും എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് അവർ തീരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഒരു ദൈവികമായ പ്രവൃത്തി നിമിത്തമായിട്ടും മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ കഴിയാതെയായപ്പോൾ
യഹോവയാം ദൈവം തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കും. കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ മാനസാന്തരം എന്നത് സാധാരണ പെന്തക്കോസ്ത് വേദികളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഒന്നാകുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇത് പെന്തക്കോസ്തുകാരുടെ ഉപദേശമല്ല. സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ സ്തോത്രം വിളിച്ചറിയിച്ച ഒരു സത്യമാണ്. മാനസാന്തരപ്പെട്ടുകൊള്ളുകയും കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ദൈവ പ്രമാണത്തിൽ നിന്നകന്നുപോയ ദൈവത്തിന്റെ ജനമേ, ദൈവ പ്രമാണത്തിൽ നിന്നകന്നുപോയതായ ചെങ്ങമനാട് ദേശനിവാസിയെ, ദൈവത്തിന്റെ സ്നേഹത്തിൽ അകന്നുപോയ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ ഇതാ ഒരു വഴി ഒരുക്കുകയാണ്. മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിഞ്ഞുകൊള്ളീൻ. ദൈവത്തിന്റെ സ്തോത്രം. മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുന്ന ഏത് മനുഷ്യനെയും ദൈവം കൈക്കൊള്ളുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ലംഘനം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ ലംഘനത്തെ കുറിച്ച് അവന്റെ മനസ്സാക്ഷി എപ്പോഴും അവനെ കുത്തിക്കൊണ്ടേയിരിക്കും. അവന്റെ മനസ്സാക്ഷി അവനെ ദൃഢപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവന്റെ മനസ്സാക്ഷി അവന് സ്വസ്ഥത കൊടുക്കാതെ അവനോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഈ അനുഭവത്തിൽ നിന്ന് അവനെ ആർക്കാണ് വിടുവിപ്പാൻ കഴിയുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ലോകത്തിൽ ഒരു മനുഷ്യനും മനുഷ്യന്റെ ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ ഒഴിവിപ്പാൻ കഴിയാവതല്ല. ദൈവത്തിന്റെ സ്തോത്രം. ചെയ്തുപോയ പാപനിമിത്തം, ചെയ്തുപോയ കുറ്റനിമിത്തം മനസ്സാക്ഷി വ്രണപ്പെട്ടുകൊണ്ട് സ്വസ്ഥതയില്ലാത്തവരായി കഴിയുന്ന ജീവിതങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് തിരിയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഏക നിമിത്തം അവന്റെ ജീവിതത്തിൽ അവന് സംഭവിച്ചു പോയതായ പാപത്തിൽ നിന്ന് അവന് മുക്തി കൊടുക്കുകയാണ്. മാനസാന്തരത്തോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ അടുത്തിയെന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായിട്ട് അവന് ഒരു പുതിയ ജീവിതത്തെ കൊടുക്കുകയാണ്. തിരുവചനം എങ്ങനെയാണ് പറയുന്നത്? ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി എന്ന ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഒരുവൻ എങ്ങനെയാണ് ക്രിസ്തുവിനായി തീർന്നത്? പാപത്തെ അവൻ കൈപ്പോടുകൂടെ ഏറ്റുപറയണം. കാൽവരിയുടെ അടുക്കലേക്ക് ചെന്ന് തന്റെ പാപത്തെ വേദനയോടുകൂടെ ഏറ്റുപറയുന്ന ഏതൊരു മനുഷ്യനും പാപമോചനം കൊടുക്കുകയാണ്. ലോകത്തിൽ പാപമോചനം കൊടുക്കാൻ അധികാരമുള്ള ഒരേ ഒരുവനെ ഉണ്ടായിരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തിൽ പാപമോചനം നൽകി കൊടുക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. നാം തിരുവചന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ മുമ്പേ മനസ്സുകൊണ്ട് ദുഷ്പ്രവൃത്തികളാൽ ദൈവത്തെ വിട്ട് അകന്നുപോയതായ മനുഷ്യനെ അടുപ്പിക്കേണ്ടതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തിയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വായിച്ചാണ്. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലൻ രണ്ട് കാര്യം എടുത്തു പറയുകയാണ്. മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ മനുഷ്യനെ വീണ്ടും അടുപ്പിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം രണ്ട് പ്രവർത്തികൾ അവിടെ ചെയ്യുകയാണ്. ഒന്ന്, തന്റെ മരണ നിമിത്തമായിട്ട് മനുഷ്യന് പാപമോചനം കൊടുക്കുന്നു. രണ്ട്, തന്റെ മരണത്താൽ നിരപ്പിന്റെ ഒരു ശുശ്രൂഷ ദൈവം കർത്താവ് മുഖാന്തരമായിട്ട് കൊണ്ടുവരികയാണ്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്? സ്തോത്രം. മനുഷ്യന്റെ പാപത്തിന് മോചനം നൽകേണ്ടതിനും നിരപ്പിന്റെ ശുശ്രൂഷ നൽകിക്കൊണ്ട് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനുമായിട്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ, മാനസാന്തരം എന്ന അനുഭവത്തോടുകൂടെ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോൾ അവന്റെ പാപത്തിന്റെ കറയെ യേശു ക്രിസ്തുവിന്റെ രക്തം മാറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം. വർഷത്തിന്റെ മധ്യഭാഗത്തെത്തുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഓർമ്മ പുതുക്കലും കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചതായ കഷ്ടത്തെ കുറിച്ച് ഓർക്കുകയും യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചതിനെ കുറിച്ച് ഓർക്കുകയും ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടുന്നത്. ഒരു മനുഷ്യൻ ദൈവത്തിന് പ്രിയനായി തീരണമെങ്കിൽ, ഒരു മനുഷ്യൻ ദൈവത്തോട് അടുത്തു വരണമെങ്കിൽ, ദൈവിക ശിക്ഷാവിധിയിൽ നിന്ന് അവൻ പുറത്തു വരണമെങ്കിൽ തന്റെ പാപത്തെ അവൻ വിട്ടുകളഞ്ഞേ മതിയാകൂ.
ഭംഗിയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം മനുഷ്യന്റെ സകല പാപത്തെയും നോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണ്. മനുഷ്യന്റെ സകല പാപത്തെയും ശുദ്ധീകരിപ്പാൻ യേശു ക്രിസ്തു തന്റെ രക്തത്തെ ചിന്തുവാനിടയായി തീർന്നു. യേശു തന്റെ 33 തിരുവയസ്സിൽ ഈ ഭൂമിയിൽ തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായ മുഴുവൻ രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തരുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ഞങ്ങളെ ശബ്ദസീമയ്ക്കുള്ളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിത, നീ ഒരു പക്ഷേ ദൈവത്തിൽ നിന്നുള്ള വ്യക്തിയായിരിക്കാം, ദൈവത്തോട് അടുത്ത് വരുവാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരു പക്ഷേ പാപഭാരത്താൽ പിടിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. സ്തോത്രം. ഈ രാത്രികാലം നീ ആരുമായിക്കൊള്ളട്ടെ, നീ എവിടെയുമായിക്കൊള്ളട്ടെ, നീ ഏതവസ്ഥയിലുമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സന്ദർശിക്കുകയാണ്. പാപത്തെ, നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കാൽവരിയുടെ അടുക്കലേക്ക് അടുത്ത് എന്നിട്ട് നിന്റെ പാപത്തെ ആ കാൽവരിയുടെ രക്തത്താൽ കഴുകുവാൻ നീ ഏൽപ്പിച്ചു കൊടുത്താൽ യേശു ക്രിസ്തുവിന്റെ രക്തം മനുഷ്യന്റെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. മനുഷ്യന് വേണ്ടി ആ ശരീരം തകർക്കപ്പെടുവാനിടയായി തീർന്നു. ഗത്സമനയിലാണ് യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ആദ്യമായി പൊഴിയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഗത്സമന തോട്ടത്തിലേക്ക് യേശു മരിക്കുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുമ്പേ താൻ ഗത്സമന തോട്ടത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി യേശു നിലവിളിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. തന്റെ ശരീരം തകർക്കപ്പെടുവാൻ പോകുന്നുവെന്ന്, മാനവരാശിയുടെ പാപത്തെ താൻ ഏറ്റെടുക്കുവാൻ പോകുന്നുവെന്ന് അറിഞ്ഞവനായ യേശു നാഴിക വന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ഗത്സമന തോട്ടത്തിലേക്ക് അവൻ അടുത്ത് ചെല്ലുകയാണ്. ഗത്സമന തോട്ടത്തിലേക്ക് ചെന്ന സ്തോത്രം താൻ സ്നേഹിക്കുന്ന ശിഷ്യന്മാരുമായി പോയി ഗത്സമനയിലേക്ക് പോകുന്നതിന് മുമ്പേ താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ ഉള്ളം മരണവേദന പോലെ പിടഞ്ഞ് അതിദുഃഖിതമായിരിക്കുന്നുവെന്ന്. മരണവേദന പോലെ പിടയത്തക്കതായ ഒരനുഭവത്തിലേക്ക് യേശു വരുവാനിടയായി തീർന്നു. ശിഷ്യന്മാരെ അവിടെ ഇരുത്തിയിട്ട് ഒരു കല്ലേറും ദൂരം പോയി യേശു നെടുമ്പാട് വീണ് നിലവിളിക്കുവാൻ തുടങ്ങി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ കൊടൂരത അവിടെ പ്രത്യക്ഷപ്പെടുവാനിടയായി തീർന്നു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ കൊടൂരതയെ ദർശിച്ചതായ യേശു പറയുകയാണ്, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. പ്രിയ സ്നേഹിതരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശുവിന്റെ ഹൃദയം അവിടെ പിടയുവാനിടയായി തീർന്നു. അന്ന് രാത്രി യേശു കള്ളന്മാരുടെ കയ്യിൽ പിടിക്കപ്പെട്ടു. അവർ അവനെ വലിച്ചു കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. ദൈവത്തിന് സ്തോത്രം. 4 കോടതി 5 പ്രാവശ്യം അവനെ മാറി മാറി വിസ്തരിപ്പാനിടയായി തീർന്നു. അതിനുശേഷമായിട്ട് പിലാത്തോസ് അവനെ അടിച്ചിട്ട് വിട്ടയക്കുവാൻ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുവിന്റെ ശരീരം ഗബത്ത എന്ന കൽപ്പനത്തിലേക്ക് ചെന്നിട്ട് ആ ഗബത്ത എന്ന കൽപ്പനത്തിൽ യേശുവിന്റെ ശരീരം ചിന്തപ്പെടുവാനിടയായി തീർന്നു. തന്റെ ശരീരത്തിലേക്ക് 1 അടികൾ ചട്ടവാറുകൾ തന്റെ ശരീരത്തിലേക്ക് പതിക്കുവാനിടയായി തീർന്നു. ഒരു ചട്ടവാറിന്റെ അറ്റത്ത് 12 ശാഖകളുണ്ട്. ഒരു ചട്ടവാറിന്റെ അറ്റത്ത് 12 ശാഖകൾ. ആ 12 ശാഖയുടെയും അഗ്രങ്ങളിലായി മുൾക്കൊളുത്തുകൾ, ഈയക്കഷണങ്ങൾ, അതുപോലെ തന്നെ എല്ലിൻ കഷണങ്ങളൊക്കെ അതിൽ ഉണ്ടായിരിക്കുന്നു. ഒരു പ്രാവശ്യം ഒരു പടയാളി ചുഴറ്റി ആ ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ 12 സ്ഥലത്തിലേക്ക്, യേശുവിന്റെ ശരീരത്തിലേക്ക് 12 സ്ഥലത്തിലേക്ക് ഈ ചട്ടവാർ ഉൾക്കൊണ്ടിരിക്കുന്നതായ മുൾക്കൊളുത്തുകൾ ആഴ്ന്നിറങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രൂരരായ പടയാളികൾ ഒരു കരുണയും കാണിക്കാതെ ആ മാംസത്തിൽ ആഴ്ന്നിരിക്കുന്നതായ ആ ചട്ടവാറിനെ അവൻ ഭരിച്ചെടുക്കുവാനിടയായി തീർന്നു. യേശുവിന്റെ മാംസകഷണങ്ങൾ, പാപം ചെയ്യാത്തവന്റെ മാംസകഷണങ്ങൾ നമുക്ക് വേണ്ടി ചിതറിത്തെറിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രക്തം ചിന്തിയവനായി, ശരീരം മുഴുവൻ തകർക്കപ്പെട്ടവനായി തിരുവചനം ഓർപ്പിക്കുന്നു. അവന്റെ ശരീരം ഉഴവ് ചാലുകൾ പോലെ കീറിയെന്ന്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിത, എന്തിനു വേണ്ടിയിട്ടാണ് യേശുവിന്റെ ശരീരം ഉഴവ് ചാലുകൾ പോലെ കീറിയത്? അതൊരു ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അതൊരു ക്രിസ്തീയ കൂട്ടത്തെ ഉണ്ടാക്കേണ്ടതിന് വേണ്ടിയിട്ടായിരുന്നില്ല. ഒരു കൂട്ടം പെന്തക്കോസ്തുകാരെ ഉണ്ടാക്കേണ്ടതിനായിട്ടായിരുന്നില്ല.
ഇന്ന് രാത്രി പന്തലിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര പ്രിയപ്പെട്ടവർ അതിന്റെ മഹത്വം അറിയുന്നവരുണ്ട്, എത്ര പ്രിയപ്പെട്ടവർ തങ്ങളുടെ ശരീരത്തിൽ അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടതിനാൽ പാപത്തിൽ നിന്ന് മുക്തി ലഭിച്ച് ഞാൻ ഇന്ന് ദൈവമകനായി തീർന്നിരിക്കുകയാണ്. എന്നെ അകറ്റുന്ന പാപത്തിന് എന്റെ മേൽ അധികാരമില്ല, പാപത്തിന്റെ ശക്തിക്ക് എന്റെ മേൽ അധികാരമില്ല. കാരണം യേശു എനിക്ക് വേണ്ടി ചട്ടവാറിനാൽ അടിയേൽക്കുവാനിടയായി തീർന്നു, അവന്റെ രക്തം വാർന്നൊഴുകുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന് വേണ്ടി, മനുഷ്യന്റെ പാപത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി, മാനുഷികമായ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് വേണ്ടി, അകന്നുപോയിരിക്കുന്ന മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി ഇതാ പുത്രൻ തകർക്കപ്പെടുകയാണ്. അവന്റെ ശരീരം തകർന്ന് ഇതാ രക്തം വാർന്നൊഴുകുകയാണ്. എന്തിന്? സ്തോത്രം. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചത് നമ്മുടെ ചിന്തയിൽ ഉണ്ടായ പാപം നിമിത്തമാണ്. അവന്റെ ശരീരം തകർക്കപ്പെട്ടത് നമ്മുടെ ശരീരം പാപം ചെയ്തത് കൊണ്ടാണ്. അവന്റെ ഹൃദയം കുത്തിത്തുളയ്ക്കപ്പെട്ടത് നമ്മുടെ ഹൃദയം കൊണ്ട് നാം ചെയ്ത പാപം നിമിത്തമാണ്. അവന്റെ കൈകാലുകൾ ആണിയടിക്കപ്പെട്ടത് ദൈവിക പ്രമാണം വിട്ട് നാം പ്രവർത്തിക്കുകയും നടക്കുകയും ചെയ്യുന്നത് നിമിത്തമാണ്. ദൈവത്തിന്റെ സ്തോത്രം. യേശുവിന്റെ ശരീരം തകർക്കപ്പെടുവാനിടയായി തീർന്നു. എന്തിന്? മാനവരാശിയെ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, മാനവരാശിയെ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഇന്ന് ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഏതവസ്ഥയിലായിരുന്നാലും, പാപം കടും ചുവപ്പായി കാണപ്പെട്ടിരുന്നാലും, യേശുവിന്റെ രക്തം ഈ രാത്രിയിലൂടെ തളിക്കപ്പെടുകയാണ്. യേശുവിന്റെ രക്തം ഈ രാത്രിയിലൂടെ തളിക്കപ്പെടുകയാണ്. ഒരു നിമിഷം ദൈവത്തിന്റെ ഞങ്ങൾ കണ്ണുകളെ അടച്ചാട്ടെ. യേശുവിന്റെ രക്തത്തെ നമുക്ക് ആശ്രയിക്കാം. ദൈവം ഇന്ന് രാത്രി ചിലരെ സന്ദർശിക്കുന്ന രാത്രിയാണ്. ഇവിടെ രക്തത്തിന്റെ ശക്തി പുറപ്പെട്ടു പോകട്ടെ. നാം ഈ പ്രവൃത്തി ഇവിടെ ചെയ്തത് നിമിത്തമായി ചില വ്യക്തികളെ ദൈവം സന്ദർശിക്കുവാൻ പോകുകയാണ്. പാപത്തിന്റെ പിടിയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ പോകുകയാണ്. പിശാചിന്റെ ഹസ്തത്തിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിക്കുവാനിടയാകട്ടെ. ദൈവത്തിന്റെ ജനം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ഈ പന്തലിൻ കീഴിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അനേകർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം മാത്രമല്ല, സ്തോത്രം, ദൈവത്തിന്റെ ശക്തി ഇവിടെ നിന്ന് വ്യാപരിക്കട്ടെ, ഇവിടെ നിന്ന് പുറപ്പെടട്ടെ. ഈ ശബ്ദസീമയ്ക്കുള്ളിൽ ഭവനങ്ങളിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, സ്തോത്രം, വഴിയോരങ്ങൾ നമ്മളെ ശ്രദ്ധിക്കുന്നവരുണ്ട്. അവരാരായിരുന്നാലും ഈ രാത്രി ദൈവത്തിന്റെ ശക്തി പുറപ്പെടട്ടെ. ദൈവത്തിന്റെ കരം അവരെ പിടിക്കട്ടെ. യേശുവിന്റെ രക്തം അവരെ കഴുകട്ടെ, അവരുടെ പാപങ്ങളെ പോക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഒരു പഴയ വാക്കിന്റെ അടികൾ എങ്ങനെയുണ്ട്? ദൈവത്തിന്റെ സ്തോത്രം. എന്റെ മേൽ വരും ശിക്ഷകളെല്ലാം തന്റെ മേനിൽ ചുമന്നല്ലോ പ്രിയൻ. എൻ ശിരസാൽ ഞാൻ ചെയ്ത പീഡകൾക്കായി തൻ ശിരസിൽ മുള്ളു തറയ്ക്കപ്പെട്ടു. എൻ ഹൃദയം പാപം ചെയ്തതിനാണല്ലോ അവന്റെ ഹൃദയം തകർക്കപ്പെട്ടു. അവന്റെ ഹൃദയം തകർക്കപ്പെട്ടു. ക്രൂശിൽ എൻ പ്രാണനാഥൻ എനിക്കു വേണ്ടി മരിച്ചുവല്ലോ. മാമക പ്രാണൻ ഏകിടുവതിനാൽ ചുടുവിടവും നാഥൻ ചൊരിഞ്ഞുവല്ലോ. ചുടുവിടവും നാഥൻ ചൊരിഞ്ഞുവല്ലോ. മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് ചെയ്ത പാപത്തിനു വേണ്ടി യേശുവിന്റെ കാൽകരങ്ങൾ തുളയ്ക്കപ്പെട്ടു. മനുഷ്യന്റെ ശിരസ് കൊണ്ട് പാപപ്രവർത്തിയെ ചിന്തിച്ചതിനാൽ അവന്റെ തലയിൽ മുള്ള് തറയ്ക്കപ്പെട്ടു. ഒരു നിമിഷം വീണ്ടും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. നിങ്ങളിൽ ആരെങ്കിലും ദൈവപ്രമാണം അനുസരിച്ചിട്ട് ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയാത്തവരായി, ദൈവപ്രമാണം വിട്ട് ദൈവത്തിന് വിശുദ്ധരായിരിക്കാൻ കഴിയാത്തവരായി ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിങ്ങൾ വീണ്ടും അടുപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ മീറ്റിംഗിന് വേണ്ടി രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്കൊരു ദർശനം തരുവാനിടയായി തീർന്നു. രാത്രി 2 മണിയായപ്പോൾ ഞാനൊരു ദർശനം കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടുപേരും ഞാനിങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അന്ധകാരത്തിന്റെ ശക്തി എന്നോട് പോരാടിക്കൊണ്ടേയിരുന്നു.
ചെയ്തുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ ആ സ്തോത്രം ചെയ്യുന്നതിനെ നിർത്തിയില്ല. ഞാൻ ഇങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ടേയിരുന്നു. സ്തോത്രം ചെയ്ത് ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ഒരു ദർശനം ഞാൻ കാണുവാനിടയായി തീർന്നു. ഒരു ചുമന്ന ചരട് കെട്ടിയിരിക്കുന്നതായ ഒരു ദണ്ണ അതിങ്ങനെ ഉയർന്നു നിൽക്കുന്നതായിട്ട് ഞാൻ കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ദൈവത്തിന് സ്തോത്രം? സ്തോത്രം ചെയ്തുകൊണ്ടേയിരുന്നു. എന്നോട് ആ ദുഷ്ടശക്തി പറഞ്ഞു, ദൈവത്തിന് ഇവിടെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല, നിന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കുന്നുമില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു, സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ടേയിരുന്നപ്പോൾ ആ ശക്തി ആ ദണ്ഡ ഉയരത്തിലേക്ക് പോകുകയും അതിൽ കെട്ടിയിരുന്ന ചുമന്ന ചാരട് പൊട്ടിത്തെറിച്ചു പോവുകയും ചെയ്യുവാനിടയായി. സ്തോത്രം. എനിക്ക് മനസ്സിലായി, എന്റെ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി ഈ ദേശത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയുമായിട്ട് ഇവിടെ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ചില രക്തങ്ങൾ അഴിയട്ടെ, ചില ശക്തികൾ വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തികൾ വിധിക്കട്ടെ. ദൈവത്തിന്റെ മൗനമായിരിക്കരുത്. ദൈവം വിടുവിപ്പാൻ
മുഖാന്തരമായിട്ട് ദൈവം തന്നോട് അടുപ്പിക്കുകയാ. പാപത്തെ ഏറ്റുപറഞ്ഞ മാനസാന്തരപ്പെട്ട പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ഒരു മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തിയപ്പോൾ ദൈവം അവനെ കൈക്കൊള്ളുകയാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനോട് ചേർന്നിരിപ്പാൻ ദൈവം അവനെ ആ ഭാഗ്യം കൊടുക്കുകയാ. മാനസാന്തരപ്പെട്ട വ്യക്തി പാപത്തെയും പാപത്തിന്റെ പ്രവൃത്തിയെയും തന്നിൽ നിന്ന് എന്നേക്കുമായി നീക്കിക്കളയണം. ദൈവത്തിന് സ്തോത്രം. അതിന് ജലസ്നാനം എന്ന സത്യത്തെ അവൻ സ്വീകരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജലസ്നാനം എന്ന സത്യം ബൈബിളിൽ വ്യക്തമായി ശക്തമായി അറിയിച്ചിരിക്കുന്നതായ ഒരു സത്യമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതായ ഒരു സത്യമാണ്. യേശുക്രിസ്തു സൃഷ്ടിതാവായിരുന്നിട്ട് പോലും ആ സൃഷ്ടിയുടെ കരങ്ങളിലേക്ക് അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് യോർദാനിൽ അവൻ സ്നാനമേൽക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. സ്നാനമേൽക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഓർപ്പിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, സ്നാനമേൽക്കുന്നവൻ അവൻ ക്രിസ്തുവിനോട് ചേരുകയും ക്രിസ്തുവിനെ ധരിക്കുകയും ചെയ്യുകയാണ്. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉഴിഞ്ഞ് കളയുന്നതായിട്ട് കാണും. വായിച്ച 2 വാക്യങ്ങൾ വേഗത്തിൽ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റെടുക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചവനായി തീരുക. ദൈവത്തിന് സ്തോത്രം. ആകയാൽ സ്നാനം എന്ന സത്യത്തിന് ഒരു ദൈവപൈതൽ ദൈവത്തോട് അടുത്ത് ചേർന്നിരിക്കേണ്ടതിന്, ദൈവത്തിന്റെ വിശുദ്ധനായി തീരേണ്ടതിന്, ദൈവത്തെ സേവിച്ച് സ്നേഹിച്ച് ജീവിക്കേണ്ടതിന് ദൈവത്തിന്റെ സ്തോത്രം സ്നാനമെന്ന സത്യത്തിലേക്ക്, ആ പ്രമാണത്തിലേക്ക് ദൈവോധനവനെ നയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോഴും സ്തോത്രം തന്നെ അനുഭവിച്ച ശിഷ്യഗണങ്ങളോട് പറയുവാനിടയായി തീർന്നു, നിങ്ങൾ പുറപ്പെട്ടു പോയി കർത്താവിന്റെ നാമത്തിൽ അനേകരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളണമെന്ന്. ദൈവത്തിന് സ്തോത്രം. സ്നാനം എന്ന സത്യം തിരുവചനം പ്രതിപാദിക്കുന്ന സത്യമാണ്. അത് പെന്തക്കോസ്തുകാരനായി ഫസ്റ്റല്ല. ദൈവത്തിന് സ്തോത്രം. പകരം പുത്രനായ ക്രിസ്തു തന്നെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ മാനവരാശിയോട് അരുളി ചെയ്തിരിക്കുകയാണ്. തന്റെ ജീവിതം കൊണ്ട് അത് വ്യക്തമായി കാണിച്ചു തരികയും ചെയ്തിരിക്കുകയാണ്. ആകയാൽ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരണമെങ്കിൽ അവൻ സ്നാനമെന്ന സത്യത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അത് മാത്രമല്ല, സ്തോത്രം, കാത്തിരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന മനുഷ്യൻ അവൻ ദൈവത്തിന്റെ ഉള്ളിലും ദൈവം അവന്റെ ഉള്ളിലുമായി തീരുന്നതായ ആ അനുഭവത്തിലേക്ക് നടത്തപ്പെടുകയാണ്. വേർതിരിക്കുവാൻ കഴിയാത്തതായ ഒരു ബന്ധത്തിലേക്ക് ദൈവത്തിന്റെ സ്തോത്രം അവൻ അടുത്തു വരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട് സ്നാനമെടുത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവിക പ്രമാണങ്ങൾക്കൊത്തോളം അവൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരണം. ഇനി അപ്പോസ്തലനോട് ഓർപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ സ്തോത്രം, തന്റെ മരണത്താൽ ജനത്തെ തന്നോട് നിരപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഒരു നിരപ്പിന്റെ ശുശ്രൂഷയെ കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് താൻ മുൻപ് ആയിരുന്നതായ ആ ആരാധനയിൽ ദൈവത്തിന് സ്തോത്രം വളരെ തീഷ്ണതയുള്ളവനായിരുന്നു. ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ആ ന്യായപ്രമാണത്തെ മുഴുവൻ പഠിച്ചവനായിരുന്നു. അവൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനായി കാണപ്പെടുന്നു. 8ാം നാൾ പരിച്ഛേദനയേറ്റ യഹൂദനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പുരോഹിതന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചു കെട്ടി കൊന്നുകളയുവാനുള്ളതായ സമ്മതപത്രം വാങ്ങിച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്നവനായിരുന്നു. എന്നാൽ ദൈവത്താൽ പിടിക്കപ്പെട്ടവനായി ദൈവത്തിന്റെ സന്ദർശനം ലഭിച്ചപ്പോൾ സ്തോത്രം, താനായിരുന്നതായ അവസ്ഥയെ തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പിന്നീട് അത് ലേഖനങ്ങളായി താൻ എഴുതി വെച്ചിരിക്കുകയാണ്. വായിച്ചു കേട്ടതാണ്. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുകയാണ് ചെയ്തത്. ഒരു നിരപ്പിന്റെ ശുശ്രൂഷ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകി തരുവാനിടയായി തീർന്നു. എന്താണ് നിരപ്പിന്റെ ശുശ്രൂഷ? മനുഷ്യനെ ദൈവികമായതിനോട് ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതായ ഒരു അനുഭവം. ദൈവത്തിന്റെ സ്തോത്രം. പഴയ നിയമ ശുശ്രൂഷ അങ്ങനെ ആയിരുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. പഴയ നിയമ ശുശ്രൂഷ ആ ലേവ്യ പൗരോഹിത്യ പ്രകാരം ഉണ്ടായിരുന്ന ശുശ്രൂഷ അത് എങ്ങനെയായിരുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. 9-ാം അധ്യായം 10-ാം അധ്യായം
ഒരു പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, ഒരു നിരപ്പിന്റെ ശുശ്രൂഷ നൽകിക്കൊടുത്തതിനെ കുറിച്ച് താൻ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി നിരപ്പിന്റെ ശുശ്രൂഷ യേശു മുഖാന്തരം ഉളവായി വരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, സ്തോത്രം, സാധാരണയായി ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനികളായിരുന്നിട്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ ഇത്രയും വലിയ ഡിനോമിനേഷനുകൾ എന്താ ഉണ്ടാകുന്നത്? പലരും പല കാര്യം പറയുകയാണ്. പലരും പലതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഏതിനാണ് വിശ്വസിക്കേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയരെ, ഈ രാത്രി ആത്മാവിൽ പറയട്ടെ, ദൈവത്തിന്റെ സ്തോത്രം, പഴയ നിയമ ശുശ്രൂഷ അത് കല്ലിൽ അക്ഷരമായി പറ്റിയ ശുശ്രൂഷയെന്നും അത് ലേവ്യ പൗരോഹിത്യമായിരുന്നുവെന്നും അപ്പോസ്തലൻ വ്യക്തമായിട്ട് എബ്രായ ലേഖനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ആ ശുശ്രൂഷ മുഖാന്തരമായി സമ്പൂർണ്ണതയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല. ആ ശുശ്രൂഷ നിമിത്തമായിട്ട് ദൈവത്തിൽ നിന്നാകുന്നതായ മനുഷ്യരെ വീണ്ടും മടക്കി ദൈവത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതിരുന്നപ്പോൾ ഇതാ കർത്താവായ യേശു ക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഇതാ ഒരു ശുശ്രൂഷകനായി അവതരിക്കുകയാണ്. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു ശുശ്രൂഷകനായി വന്നുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തെ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ സ്തോത്രം. എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതന് മാത്രം അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആദ്യം തന്റെ പാപത്തിന് വേണ്ടിയും പിന്നീട് മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയും രക്തം എടുത്തുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയിട്ടിരുന്നതായ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അത് ആരാധനക്കാരന് യാതൊരു ഗുണവും വരുത്തിയിരുന്നില്ല. എന്നാൽ ഒരു ആരാധനക്കാരന് സൽഗുണപൂർത്തി പ്രാപിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ കാണപ്പെട്ടിരുന്നപ്പോൾ യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയെ ചീന്തിക്കൊണ്ട് ദൈവത്തോട് അടുത്തു വരുന്ന ഏത് മനുഷ്യനും അതിവിശുദ്ധ സ്ഥലത്തേക്ക്, കൃപാസനത്തിന്റെ അടുക്കലേക്ക് തത്സമയത്ത് സഹായത്തിന് ആവശ്യമായ കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തോട് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തിരുന്നതായ ഒരു നിരപ്പിന്റെ ശുശ്രൂഷ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തരുവാനിടയായി തീർന്നു. അവിടെ യഹൂദനെന്ന വ്യത്യാസമില്ല, അവിടെ യവനെന്ന വ്യത്യാസമില്ല, അവിടെ ദാസനെന്ന വ്യത്യാസമില്ല, അവിടെ സ്വതന്ത്രനെന്ന വ്യത്യാസമില്ല, അവിടെ ഉയർന്നവനെന്ന വ്യത്യാസമില്ല, താഴ്ന്നവനെന്ന വ്യത്യാസമില്ല, കറുത്തവനെന്ന വ്യത്യാസമില്ല, വെളുത്തവനെന്ന വ്യത്യാസമില്ല. സകല മനുഷ്യർക്കും ദൈവത്തിന്റെ സ്തോത്രം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്തേരുവാൻ യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയെ ചീന്തിക്കളയുവാനിടയായി തീർന്നു. മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതായ നിരപ്പിന്റെ ശുശ്രൂഷ യേശു വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഇത് ദൈവ പ്രമാണമാണ്. ഇത് ദൈവവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഉണ്ടായിരിക്കുന്നതായ ആ പുരോഹിതൻ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്തിനാണ് അവൻ പുരോഹിതനായിരിക്കുന്നത്? താൻ മുഖാന്തരം ദൈവത്തോട് അടുത്തു വരുന്ന മനുഷ്യന് പാപപരിഹാരം വരുത്തുവാൻ, അവന് വിടുതൽ നൽകി കൊടുപ്പാൻ, അവന് പാപമോചനം കൊടുപ്പാൻ, അവന് രക്ഷ നൽകുവാൻ, അവന്റെ പാപത്തിന് പരിഹാരം കൊടുപ്പാൻ അതാ മഹാപുരോഹിതനായി യേശു ആ കൃപാസനത്തിൽ പിതാവിന്റെ അരികിൽ നിൽക്കുകയാണ്. ആകയാൽ ഈ നിരപ്പിന്റെ ശുശ്രൂഷയാൽ ദൈവം മനുഷ്യനെ തന്നോട് അടുപ്പിക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങൾ ആരെങ്കിലും അന്യരെന്ന ചിന്തയോടുകൂടെ, ഞാൻ ഈ മാർഗത്തിന് അന്യനാണെന്ന ചിന്തയോടുകൂടെ ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് എങ്ങനെ അടുത്തു വരുവാൻ കഴിയും, ഈ ആരാധനയിൽ എങ്ങനെ സംബന്ധിക്കുവാൻ കഴിയുമെന്ന ചിന്തയോടുകൂടെ നിൽക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തിനെ വിളിക്കുകയാണ്. സന്തോഷത്തോടെ അടുത്തു വന്നാട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നിനക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം ഈ ദൈവികമായ അടുക്കലേക്ക് നിനക്ക് പ്രവേശനമുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരമായി ദൈവ സാന്നിധ്യത്തോട് നിനക്ക് അടുത്തു വരുവാൻ കഴിയും. യേശു ക്രിസ്തു മുഖാന്തരമായി കൃപാസനത്തോട് നിനക്ക് അടുത്തു വരുവാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. ആ നിരപ്പിന്റെ ശുശ്രൂഷ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ കൂടെ നിവർത്തിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. സമയ ചുരുക്കത്താൽ ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അതേ കർത്താവ് ഇതാ കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്തിൽ കൂടെ ഇതാ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് നിരപ്പിന്റെ ശുശ്രൂഷ നൽകി തന്നുകൊണ്ട് അവൻ ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കുകയാണ്. അത് നിമിത്തമായി മനുഷ്യന്റെ വേറെ ന്യായവിധി നീങ്ങിപ്പോകുകയാണ്. ഇനി മനുഷ്യന് ന്യായവിധിയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ
സ്തോത്രം. ദൈവത്തിന്റെ ജനമേ, നാം ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വന്നാട്ടെ. ദൈവത്തിന്റെ അടുത്ത് നാം കാണപ്പെടുന്നുവെങ്കിൽ, ദൈവിക അനുഭവത്തിൽ നാം കാണപ്പെടുന്നുവെങ്കിൽ, സ്തോത്രം, ഒരു ശിക്ഷാവിധിയും നമ്മുടെ മേൽ വരികയില്ല. കാരണം നമ്മുടെ ശിക്ഷയെല്ലാം നമ്മുടെ യേശു ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ ഇരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അടുത്ത ഭാഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, ദൈവത്തിന്റെ സ്തോത്രം, ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ അടുത്ത അനുഭവത്തെയാണ് കാണുവാൻ കഴിയുന്നത്. അവിടെ വായിച്ചാട്ടെ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച് കാൽവരി ക്രൂശിന്റെ അടുക്കലേക്ക് അടുത്തു വന്ന് രക്തത്താൽ കഴുകപ്പെട്ടവരായി നിലത്തിന്റെ ശുശ്രൂഷ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തോട് അടുത്തിരുന്ന മനുഷ്യന് ഇതാ അവൻ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നവനായിരിക്കുകയാണ്. ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന ഈ മനുഷ്യനെ ദൈവം തള്ളിക്കളയുന്നില്ല. അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ അവൻ ആരാണ്? ഭാഗ്യവാന്മാരാണ്. ദൈവത്തിന്റെ സ്തോത്രം, ഭാഗ്യവാനാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആശ്രയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്തോത്രം ഒരു മനുഷ്യന്റെ ശരണം, ഒരു മനുഷ്യന്റെ രക്ഷ, ഒരു മനുഷ്യന്റെ തണൽ, ഇതൊക്കെ അർത്ഥമാക്കുകയാണ് ആശ്രയം എന്ന വാക്ക്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയരെ, നമ്മുടെ ദൈവം നമ്മുടെ ആശ്രയമാണ്. നമ്മുടെ ദൈവം നമ്മുടെ ആശ്രയമാണ്. ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിന്റെ സ്വയം തങ്ങളുടെ ഹൃദയങ്ങളൊന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നാട്ട്, എന്റെ ദൈവം എന്റെ ആശ്രയമാണ്, അവൻ എന്റെ ശരണമാണ്. ദൈവത്തിന്റെ സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. പ്രതികൂലങ്ങളുടെ നടുവിൽ അവൻ പതറിപ്പോകുകയില്ല. എന്നാൽ ഇവിടെ നാം വായിച്ചു കണ്ടത്, ഉഷ്ണം തട്ടുമ്പോൾ അവൻ മാറിപ്പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വേദനകളും ദുഃഖങ്ങളും നിറഞ്ഞതായ ജീവിത ബന്ധാവിൽ കൂടെ ഒരു പക്ഷേ നീ യാത്ര ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ഇരിക്കുന്ന ദൈവവൈദ്യനാണോ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുകയാണ്, നീ ഒരു നാളും ലജിച്ചു പോകത്തില്ല. നിന്റെ ദൈവം നിന്റെ ആശ്രയമാണ്. നിന്റെ ദൈവം നിന്റെ ആശ്രയമാണ്. പ്രതികൂലങ്ങൾ ഉണ്ടാകും. ഉഷ്ണം അത് പ്രതികൂലത്തെ കാണിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു ദൈവവൈദ്യനെ എടുത്തു പഠിച്ചാൽ ഈ ലോകം അവന് യോഗ്യമല്ല. ഈ ലോകത്തിന്റെ കാലഗതികൾ അവന് യോഗ്യമല്ല. ഇതെല്ലാം അവന്റെ ജീവിതത്തെ അലട്ടുന്ന ഒന്നാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യൻ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏത് ഉഷ്ണം തട്ടിയാലും അവൻ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? യഹോവ അവന്റെ ആശ്രയമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിൽ ആരെങ്കിലും ഏതെങ്കിലും ഭയത്തോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവമൈതലേ, നീ ഭയപ്പെടേണ്ട. നിന്റെ ആശ്രയം ദൈവത്തിൽ വെച്ചിരിക്കുകയാണോ? നിശ്ചയമായിട്ടും അവൻ നിന്നെ സൂക്ഷിപ്പാൻ ശക്തനാണ്. അവൻ നിനക്ക് വേണ്ടി കരുതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. ഒരു പേടി നിനക്കുണ്ടാകത്തില്ല. കാരണം എന്താണ്? സ്തോത്രം. 41-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 41-ാം സങ്കീർത്തനം അതിന്റെ 2-3 വാക്യങ്ങൾ വായിച്ചാട്ടെ. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, എത്ര പ്രിയപ്പെട്ട ഒരു വചനം വിശ്വസിക്കുന്നുണ്ട്? എന്റെ ദൈവം എന്നെ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുന്നില്ല. അവൻ ശത്രുവിനെ കണ്ട് ഭയന്നിരിക്കുകയാണോ? പ്രതികൂലങ്ങളെ കണ്ട് ഭയന്നിരിക്കുകയാണോ? നിന്റെ കണ്ണുകൾ ഭയത്തോടുകൂടെ മറ്റു പലതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ? സ്തോത്രം. ഞാൻ ആത്മാവിൽ പറയുന്നു, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിന്നെ ദുഷ്ടം തൊടുവാൻ നിന്റെ ദൈവം സമ്മതിക്കത്തില്ല. ശത്രുവിന്റെ കരത്തിൽ അവൻ നിന്നെ ഏൽപ്പിക്കത്തില്ല. ഒരപ്രകാരത്തിന്റെ ശക്തി നിന്നെ തൊടുവാൻ അവൻ സമ്മതിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെതാണ്. സ്തോത്രം. ദൈവത്തിന്റെ മുദ്ര അടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് ഒരു സഹോദരനെ വിളിക്കുവാനിടയായി. താനോട് പറഞ്ഞു, ഞാൻ ഏറിയ നാളായി ഇവിടെ വന്നിട്ട് സ്തോത്രം, ഇതുവരെ എനിക്ക് കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, എനിക്ക് PR കിട്ടിയിട്ടില്ല, വേണ്ടതായ നല്ലൊരു ജോലിയൊന്നും കിട്ടിയിട്ടില്ല, നാളുകൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, എന്റെ വിസയുടെ കാലാവധി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് താൻ സങ്കടപ്പെടുവാനിടയായി. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഞങ്ങളോട് പറ, ദൈവത്തിന് സ്തോത്രം,
നീ എന്റേതാണെന്ന് പറയുവാൻ പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം. ഞാൻ അവിടെ പറഞ്ഞു, ദൈവം പറയുന്നു നീ ദൈവത്തിൻ്റെതാണ്. എന്താണ് അങ്ങനെ പറയുവാൻ കാരണം? ദൈവം പറയുകയാണ്, എന്റെ മുദ്ര അവന്റെ പേരുണ്ട്. എന്റെ മുദ്ര അവന്റെ പേരുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ മുദ്ര പതിക്കപ്പെട്ടിരിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ. അവരോട് പറഞ്ഞു, നീ ഇന്ത്യൻ എംബസിയുടെ ആളല്ല, നീ സ്വർഗീയന്റെ ആളാണ്. നീ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുദ്രയേൽക്കപ്പെട്ടവനാണ്. എത്രയോ വിശ്വസിക്കുന്നുണ്ട്? നിന്നെ തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ശത്രുവിനെ നിന്റെ അടുത്ത് വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അവന്റെ പ്രവർത്തിക്കുന്ന ജീവിതത്തെ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ മക്കൾ വിദേശത്തായി കൊള്ളട്ടെ, നിന്റെ മക്കൾ പലവിധമായ ഭാരത്തിലിരിക്കുന്നതായി കൊള്ളട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലവിധമായ വേദനയിലായിരിക്കുന്നവരായി കൊള്ളട്ടെ, ഇന്ന് രാത്രി നിങ്ങളെ വിടുവിച്ച് അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറയുകയാണ്. ഈ രാത്രി ദൈവം ഇതിനെ നീ അനുഭവിച്ചിട്ട് മടങ്ങുവാൻ പോവുകയാണ്. സ്തോത്രം. സർവശക്തൻ നിന്റെ ആശ്രയമാണ്. ശത്രു നിന്നെ തൊടുവാൻ അവൻ സമ്മതിക്കത്തില്ല. അന്ധകാരത്തിന്റെ ശക്തി നിന്നെ തൊടുവാൻ അവൻ സമ്മതിക്കത്തില്ല. രക്തത്താൽ മുദ്രയിടപ്പെട്ട ദൈവമാണ് ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല പരിശുദ്ധാത്മാവെന്ന മുദ്ര നിന്റെ പേരുണ്ട്. അതുകൊണ്ട് കടകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. പിന്നെ അല്ലേ പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരുടെ കടകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്തോത്രം. രക്ഷിക്കരുത്. പരിശുദ്ധാത്മാവിനെ തൊടുവാൻ പോവുകയാണ്. നീ ഇരിക്കുന്ന സ്ഥലം മറന്നാലും കുഴപ്പമില്ല. ദൈവത്തിന്റെ ആത്മാവിനെ തൊടുവാൻ പോവുകയാണ്. സ്തോത്രം. ചില ബന്ധനങ്ങളെ കണ്ട് നീ ഭയപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവം പറയുകയാണ്, ശത്രുവിനെ ഇഷ്ടത്തിന് അവൻ നിന്നെ ഏൽപ്പിക്കത്തില്ല. ശത്രുവിനെ ഇഷ്ടത്തിന് അവൻ നിന്നെ ഏൽപ്പിക്കത്തില്ല. നിന്റെ ശരീരത്തിൽ രോഗമായിരിക്കാം, കഷ്ടമായിരിക്കാം, പ്രയാസമായിരിക്കാം, നിന്നെ ഭീതിപ്പെടുത്തുന്ന പലതും ഉണ്ടായിരിക്കാം. ഇന്ന് രാത്രി സർവശക്തന് ഇവിടെയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതേ നിന്നെ സ്നേഹിക്കുന്ന ദൈവം ഇവിടെയുണ്ട്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ അതിശയങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. നാം സാക്ഷ്യം കണ്ടുവന്നോ? ക്യാൻസർ രോഗങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് വിടുതലുണ്ടാകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഞാൻ താങ്കളോടുകൂടെ പറയട്ടെ, ഒരിക്കൽ ഒരു ദിവസം ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിയോളമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, എനിക്കൊരു ഫോൺ കോൾ വന്നു. എനിക്ക് ആ വ്യക്തി അറിയില്ല. എനിക്കൊരു ഫോൺ കോൾ വന്നു. പെട്ടെന്ന് ആ വ്യക്തി കരയുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പിതാവിന് ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുകയാണ്. ക്യാൻസർ രോഗം ബാധിച്ച് ഒരു മേജർ സർജറിക്ക് വിധേയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന്. സ്തോത്രം. ദയവായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് താനോട് സംസാരിക്കാനിടയായി. ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ തന്നെ ആ വാക്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സൗഖ്യമാക്കും, ബലപ്പെടുത്തുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. പിറ്റേ ദിവസം ഒരു മേജർ സർജറിക്ക് വിധേയനാകേണ്ടതായ വ്യക്തിയാണത്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ചെക്ക് ചെയ്തതായ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഓപ്പറേഷന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഓപ്പറേഷൻ ആവശ്യമില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഒരംശം പോലും ഈ രോഗമില്ല. രോഗത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിലില്ല. സ്തോത്രം. നിങ്ങൾ വിളിക്കുന്ന ദൈവം ജീവനുള്ളവരാണെന്ന് അവർ പറഞ്ഞയച്ചെന്നാണ് പറഞ്ഞത്. ആ വ്യക്തി ഇന്നും ജീവനോടുകൂടെ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിന്നെ ദുഷ്ടൻ തൊടുവാൻ അവൻ സമ്മതിക്കത്തില്ല. അവന്റെ വാക്ക് മാറാത്തതാണ്. അവൻ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നാട്ട് എന്റെ ദൈവം എന്നെ തകർക്കുവാൻ സമ്മതിക്കത്തില്ല. ദുഷ്ടന്റെ കരത്തിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അത് മാരകമായ രോഗമായിക്കൊള്ളട്ടെ, അത് ക്യാൻസർ ആയിക്കൊള്ളട്ടെ, അത് ഡയബറ്റിക്സ് ആയിക്കൊള്ളട്ടെ, അത് ഹൃദയവേദനയായിക്കൊള്ളട്ടെ, അത് നടുവിന്റെ വേദനയായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ദൈവശക്തി നിന്നെ തൊടുവാൻ പോവുകയാണ്. യഹോവയിൽ ആശ്രയിക്കുന്ന ജനത്തെ ഇതാ സ്വർഗ്ഗം ഇവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. യഹോവയുടെ കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിന്നെ സഹായിക്കുന്ന ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മൗനമായിട്ട് നീരിക്കരുത്. സ്തോത്രം. സൗജന്യമായി ലഭിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തിക്ക് നിന്റെ ശരീരത്തെ വിട്ടുകൊടുത്തുകൊണ്ടിരുന്നാട്ട് സ്തുതിക്കുവാൻ നിനക്ക് എങ്ങനെ കഴിയുമോ അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്, ആരാധിക്കുവാൻ നിനക്ക് എങ്ങനെ കഴിയുമോ അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നാട്ട്, സർവശക്തന്റെ ആ സാന്നിധ്യം ആത്മാവിനെ തൊടുകയാണ്. ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. ദൈവ സാന്നിധ്യങ്ങളുടെ നെടുകയും കുറുകയും ഉദാവിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ തൊടട്ടെ. ദൈവമേ, നീ സങ്കടപ്പെടേണ്ട, നീ വ്യാകുലപ്പെടേണ്ട. ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന കടമുണ്ട്. ഒരു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞാൽ നിർത്തട്ടെ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അവൻ ഭയപ്പെടുകയില്ല. ശത്രുവിന്റെ കരത്തിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ആ ഉഷ്ണം നട്ട്
കിട്ടുമ്പോൾ അവൻ ഭയപ്പെടുകയില്ല. അടുത്തതോടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം വരൾച്ച നിമിത്തം ദൈവത്തിന്റെ സ്തോത്രം വായിച്ചാട്ടെ. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വരൾച്ചയുള്ള കാലത്ത് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുന്നില്ല. സ്വന്തം ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുന്നില്ല. ദൈവം തരേണ്ടത് ആ സമയത്ത് തന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായി. സ്തോത്രം. ദേശം മുഴുവൻ ക്ഷാമമായിരിക്കുമ്പോൾ സാരാഭാഗത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവരുടെ കലത്തിലെ എണ്ണ കുറഞ്ഞു പോയില്ല. അവരുടെ കലത്തിലെ മാവ് കുറഞ്ഞു പോയില്ല. അവരുടെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. സർവശക്തനായിരുന്നു അവളെ പരിപാലിച്ചത്. ആ ദൈവം നിന്റെ ദൈവമാണ്. വരൾച്ച ഉണ്ടാകട്ടെ, നിനക്ക് ചുറ്റും മറ്റ് പല പ്രതിസന്ധികൾ ഉണ്ടായിക്കൊള്ളട്ടെ, നിന്റെ ദൈവം നിന്റെ വഴി അടയ്ക്കത്തില്ല. സ്തോത്രം. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ വഴി അവൻ അടയ്ക്കത്തില്ല. സ്തോത്രം. ദൈവം തുറന്നാൽ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ രാത്രി ആ ദൈവം നിന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. യാദൃച്ഛികമായിട്ട് നീ ഇവിടേക്ക് വന്നതല്ല. സ്തോത്രം. സർവശക്തനെ കൊണ്ടുവന്നതാണ്. ഓവയുടെ കരം ഇന്ന് രാത്രി നിന്നെ സ്പർശിക്കുകയാണ്. നീ വരൾച്ച നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അത് ചില നന്മകളെ മുടങ്ങിപ്പോയപ്പോൾ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി സർവശക്തൻ നിന്നെ സന്ദർശിക്കുവാൻ പോവുകയാണ്. വിശ്വസിച്ചാൽ നാളെ രാവിലെ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നാളെ രാവിലെ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിനക്ക് മുടങ്ങിയിരിക്കുന്നതായ നന്മ ദൈവം നാളെ നിന്റെ കരത്തിൽ കൊണ്ടുവന്നെത്തിക്കും. നീ ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചാണ്. സർവശക്തൻ നിനക്ക് അനുകൂലമാണ്. ദുഷ്ടൻ നിങ്ങളുടെ ഭ്രമിക്കുകയുള്ളൂ. അവന് നിന്നെ തൊടുവാൻ കഴിയുകയില്ല. പ്രിയമനക്കാര, നിന്റെ ഉപജീവന മാർഗം മുടങ്ങിയിരിക്കുകയാണോ? നിനക്ക് വഴിയില്ലാതെ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഇന്ന് രാത്രി കണ്ണുനീരോടുകൂടെ യേശുവേ എന്ന് വിളിച്ചാട്ടെ. ഓ, നിന്റെ കരങ്ങളെ അനുകൂലമായി തീരുവാൻ പോകുകയാണ്. അടുത്തത് യഹോവയിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിന്റെ സ്തോത്രം. യശയ്യാപ്രവചനം 57-ാമത്തെ 13-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം യഹോവയിൽ ആശ്രയിക്കുന്നവർ ദേശത്തെ അവകാശമാക്കി എന്റെ വിശുദ്ധ മണ്ഡലത്തെ കൈവശമാക്കുമെന്നാണ് ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഈ ദേശം മാത്രമല്ല, ദൈവം ഒരുക്കുന്ന വിശുദ്ധ ദേശം കൂടെ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. കൈപ്പണിയല്ലാത്തതായ ഒരു നിത്യഭവൻ നമ്മുടെ ദൈവം നമുക്കായിട്ട് ഒരുക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ കഷ്ടവും സങ്കടവും ദുരിതവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതം വൃഥാവല്ല. നിനക്കായിട്ട് ദൈവം ഒരു മഹത്വ നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വച്ഛ സ്ഫടികമായ ഒരു നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കൈപ്പണിയല്ലാത്തതാണ്. അവിടെ രാത്രിയില്ല, അവിടെ ദുഃഖമില്ല, അവിടെ വിലാപമില്ല, അവിടെ എന്നും സന്തോഷം മാത്രമാണ്. നമ്മുടെ കർത്താവ് നമുക്കത് തരുവാൻ പോവുകയാണ്. ഒരന്യ നാടുകളിലേക്കാണ് നാം വന്നെത്തിയിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ച് മുഴുകാൻ വരികയാണ്. ഇനി ചില സമയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ പോവുകയാണ്. ഈ ശുശ്രൂഷക്കായി വിശുദ്ധന്മാരെ അധികാരപ്പെടുത്തുമ്പോൾ ഒരു ഞാനറിയാത്തൊരു ശക്തി എന്നെ തൊടുവാനിടയായി. ഞാനറിയാത്തൊരു അധികാരം ദൈവം തരുവാനിടയായി. സ്തോത്രം. അന്നിരുന്ന് ഈ സമയം വരെ ഭയമില്ലാതെ ദൈവത്തിന്റെ മുൻപിൽ ഇരിക്കുകയാണ്. സർവ്വതാഴ്മയോടുകൂടെ ഞാൻ പറയട്ടെ. സ്തോത്രം. കാലാവസ്ഥ പ്രതികൂലമായി തീർന്നുകൊണ്ടിരുന്നപ്പോഴും എന്റെ ഉള്ളിൽ എന്റെ ദൈവം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ദൈവം അതാണ് സമയത്ത് സകലവും ഭംഗിയായി ചെയ്യുന്നവനാണ്. ആ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ പ്രവൃത്തി മാറിപ്പോകത്തില്ല. നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവം നമുക്കായി വിശുദ്ധ നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്കായിട്ട് ഒരു വിശുദ്ധ നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ വാസം അവസാനിക്കുമോ? സ്വർഗത്തിൽ നിനക്കുണ്ട്. ഈ ലോകത്തിൽ ദുഃഖിതരായിരിക്കേണ്ട, ഈ ലോകത്തിൽ ഭാരപ്പെട്ടിരിക്കേണ്ട, ഈ ലോകത്തിൽ പ്രയാസപ്പെട്ടിരിക്കേണ്ട, ദൈവകൃപയിൽ ആശ്രയിച്ചാണ്. ഒരേ ഒരു വിഷയം ഓർപ്പിച്ച ഞാൻ വാക്ക് അവസാനിപ്പിക്കട്ടെ. ആരും നിങ്ങൾ ദൈവസ്ഥാനത്തിന്റെ നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. നിങ്ങൾ ചിലരോടാണ് ആത്മാവോട് പറയുന്നത്, ദൈവം അത് ചെയ്യുവാൻ പോകുകയോ. നിങ്ങൾ ചിലരെ ദൈവം ചിലർ ഓർപ്പിക്കുകയാണ്. എന്നാൽ ചില പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല.
ചിലപ്പോഴൊക്കെ ദൈവസ്ഥലിൽ കടന്നൊന്ന് ആരാധിച്ചിട്ട് അല്പമായ വിടുതലൊക്കെ ലഭിക്കും. എന്നിട്ട് പോകുമ്പോൾ വീണ്ടും ശത്രുവിന്റെ മുമ്പിൽ തോറ്റു പോകുന്നത് പോലെ വീണ്ടും ദുഃഖിതരായി തീരുന്ന അനുഭവമുണ്ട്. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ഒരിക്കൽ ശൗലിനെ ഇസ്രായേൽ ജനത്തെയും ഗോലിയാത്തിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. ആർക്കും അവനെ എതിരിടുവാൻ കഴിയും. എല്ലാവരും ഭയപ്പെട്ട് പിൻവാങ്ങി നിൽക്കുകയാണ്. അവന്റെ രൂപം കണ്ടിട്ട്, അവന്റെ വെല്ലുവിളി കേട്ടിട്ട് സ്തോത്രം ഭയപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ സ്തോത്രം ഇതാ ദൈവത്താൽ ദാവീദ് അവിടെ കയറ്റപ്പെടുകയാണ്. ദാവീദ് അവിടെ കയറ്റപ്പെട്ടപ്പോൾ ദാവീദ് കണ്ട കാഴ്ച സ്തോത്രം ഒരു അഗ്രചമ്മിയായ ഫെലിസ്ത്യൻ എന്നുകൊണ്ട് ദൈവത്തിന്റെ ജനത്തെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. അഭിഷിക്തനായ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഇന്നതാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്. അഭിഷിക്തർക്ക് ശത്രുവിന്റെ പ്രവൃത്തി കണ്ടിട്ട് അടങ്ങിയിരിക്കുവാൻ കഴിയുന്നില്ല. അഭിഷിക്തർ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. ശത്രുവിനെ കണ്ടിട്ട് നീ പിൻവാങ്ങി പോകേണ്ടുന്നവരല്ല. വാളും വടിയുമല്ല നിന്റെ ആയുധം. വാളും വടിയും കൊണ്ടുപോകുന്നില്ല. ശൗൽ ദാവീദിനെ അടക്കം ധരിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ദാവീദ് പറയുന്നത് എനിക്ക് ശീലമില്ല. സ്തോത്രം. ഇന്ന് രാത്രി വാളും വടിയും ഒന്നുമല്ല, അഭിഷേകത്താൽ നാം ചിലത് ചെയ്യുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ വിട്ടു മടങ്ങുമ്പോൾ ഒരു അധികാരത്തോടുകൂടെ നമ്മൾ മടങ്ങുവാൻ പോവുകയാണ്. അഭിഷേകം പ്രാപിച്ചവർ ഏറിയവരും അഭിഷിക്തരാണല്ലോ. കണ്ണുകളെ അടച്ചാട്ടെ. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് സ്തോത്രം ശത്രുവിന്റെ തന്ത്രത്തെ കണ്ടിട്ട് ഭയപ്പെട്ട ഒരു സൈഡിൽ മാറിയിരിക്കാനല്ല. യേശുവിന്റെ നാമത്തെ നാവിലെടുക്കാതെ, യേശുവിന്റെ നാമത്തെ നാവിലെടുക്കാതെ, യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ നേരെ ചെന്നാട്ടെ. ഈ രാത്രി നിനക്ക് അധികാരമുണ്ട്. നിനക്ക് അധികാരമുണ്ട്. ശത്രുവിനെ കണ്ടിട്ട് മൗനമായിട്ടിരിക്കാനല്ല. ദൈവത്തിന്റെ അഭിഷേകം ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ നാവിലെടുക്കാതെ, അഭിഷേകത്തിന് വിട്ടുകൊടുക്കാതെ. യേശുവിന്റെ നാമത്തിൽ ശത്രുവിനെ കണ്ട് പിന്മാറാതെ. ശത്രു എഴുന്നേൽക്കത്തില്ല.